ഇതേ രൂപത്തിലുള്ള ഒരു അബോധിക ലോകം, നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളൊക്കെയുള്ള ഒരു അബോധിക ലോകം, അത് കാണിപ്പിച്ചിട്ടേ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുള്ളൂ. ഈ ലോകത്തുള്ള അവസാനത്തെ കാഴ്ച, അത്രയും കാലം നമ്മുടെ കണ്ണിൽ നിന്നും മറക്കപ്പെട്ട മലക്കുകളുടെ ഒരു ലോകം, ആ ലോകം അത് കണ്ടുകൊണ്ടായിരിക്കും അവസാനം ഈ ഒരു ലോകത്തു നിന്ന് ഒരാൾ മടങ്ങുക. അവസാനത്തെ അയാളുടെ കാഴ്ച മരണത്തിന്റെ മാലാഖയായിരിക്കും. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിന്റെ മറ നീക്കപ്പെടുമെന്നും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഖാഫ്, പരിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖാഫിന്റെ 22-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇത്രയും കാലം നീ ഇതിനെയെല്ലാം പരിഹസിച്ചു അല്ലെങ്കിൽ അവഗണിച്ചു. എന്ത് മലക്കുകൾ, ആകാശത്ത് ലോകത്ത് എന്ത് മലക്ക്, എന്ത് ജിന്ന്, ഇതൊക്കെ ഇവർ വെറുതെ പറയുന്നതാണെന്ന് ചില ആളുകൾ പരിഹസിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫകശഫ്നാ അൻക ഇതാഇക്, അന്നത്തെ ദിവസം ആ കണ്ണിന്റെ മൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കം ചെയ്യും. ഫബസറുകൽ യൗമ ഹദീദ്, ഇരുമ്പിന്റെ മൂർച്ചയുള്ള കാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ ആളുകൾക്ക് നൽകപ്പെടും. ആ സന്ദർഭത്തിൽ, അത് കാണുന്ന സന്ദർഭത്തിൽ, അത്രയും കാലം നിങ്ങൾ നിഷേധിച്ച ആ മാലാഖയെ നേർക്ക് നേരെ നിങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ ആ ട്രെയിൻ സ്റ്റേഷൻ വിട്ടുകഴിഞ്ഞു. നിങ്ങൾക്ക് പിന്നീട് അവസരമില്ല. ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുള്ളൂ. ആ അവസരത്തിൽ നിങ്ങൾ വിശ്വസിക്കണം.